എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് അറിയാം, കുറച്ച് ദിവസങ്ങളിലായിട്ട് NHPC എന്ന ഷെയർ നല്ലതായിട്ട് കയറിപ്പോയി. ഏകദേശം എന്താ പറയുന്നത്, ഇരട്ടിയിൽ കൂടുതൽ ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ കയറിപ്പോയി NHPC. നമുക്കിവിടെ ചാർട്ടിൽ കാണാൻ പറ്റും. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും കയറിപ്പോയി. പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ട് നന്നായിട്ട് കയറും. ഇത്രയും കയറാനായിട്ട് ഇത്ര ദിവസങ്ങൾ എടുത്തെങ്കിലും അത് താഴാനായിട്ട് വളരെ തുച്ഛ ദിവസങ്ങളെ എടുത്തുള്ളൂ. അപ്പോൾ മുകളിൽ പിടിച്ച എല്ലാവരും മേടിച്ച എല്ലാവരും ഒരു പാനിക്കായി. കാരണം ചില ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് ആ ഷെയർ NHPC. അപ്പോൾ ഇനി എന്താണ് അത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിട്ട് റീറ്റെയിലേഴ്സ് ആകെ ബേജാറായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ഒന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് നമുക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ മേടിക്കേണ്ടത്. അല്ലാണ്ട് ഒരു ഷെയർ നല്ല രീതിയിൽ കയറി ഒരു കൂമ്പിലെത്തിയിട്ട് നമ്മൾ ഒരു മേടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ മേടിക്കാനായിട്ടൊരു പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഡിസംബർ 4-ാം തീയതി നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഡിസംബർ 4-ാം തീയതി ഒരു ചാർട്ട് ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ NHPC ആണ് ആ ചാർട്ട് ഓഫ് ദി വീക്കിൽ വന്നിട്ടുള്ള ഷെയർ. അപ്പോൾ അതിൽ ഏത് റേറ്റിന് മേടിക്കണം, ഏത് റേറ്റ് സ്റ്റോപ്പ് ലോസ് ഇടണം, ടാർഗറ്റ് എത്ര വരെ പോകും എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ടാർഗറ്റും കഴിഞ്ഞ് പോയിട്ടുണ്ട്. NHPC ആ ഞാൻ പറഞ്ഞ ആ റേറ്റിന് മുകളിലേക്കൊക്കെ പോയി അത്. അപ്പോൾ അവിടെയാണ് നമുക്കൊരു മേടിക്കാൻ പറ്റിയൊരു റേറ്റ് ഉണ്ടായിരുന്നത്. കാരണം ചില കോമ്പിനേഷനുകൾ, അതായത് മേടിക്കാൻ പറ്റിയ ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കുറേ കയറിപ്പോയിട്ട് പിന്നെ നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം. അതായത് തമ്പാനൂർ, നമ്മൊരു എക്സാമ്പിൾ, തമ്പാനൂരിൽ സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു ട്രാൻസ്പോർട്ട് വണ്ടി തിരിയുമ്പോൾ നമ്മൾ തിരിയലാണ് മേടിക്കേണ്ടത്. വടക്കോട്ടുള്ള വണ്ടിയാകുമ്പോൾ തിരിയലാണ് മേടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ ദൂരം വണ്ടി പിന്നിട്ട് എറണാകുളം അല്ലെങ്കിൽ കാസർഗോഡ്, നമുക്കറിയില്ല വണ്ടി മേടിക്കരുത്. ചിലപ്പോൾ എറണാകുളം വരെ ഉണ്ടാവുള്ളൂ വണ്ടി. അപ്പോൾ എറണാകുളത്തിന് മുമ്പുള്ള സ്റ്റോപ്പിൽ നമ്മൾ അത് മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ എറണാകുളം സ്റ്റോപ്പിൽ വൈറ്റിലെത്തുമ്പോൾ അതിൽ നമുക്ക് കയറിയിട്ട് കാര്യമില്ല. കാരണം അത് വൈറ്റിൽ വരെ പോകുന്നുള്ളത്. വണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റുമത്ര. പക്ഷേ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ എവിടെ പോകുന്നു ആർക്കും ഒരു തീർച്ചയില്ലാത്തത് കൊണ്ട് നമുക്കറിയാം. അപ്പോൾ മേടിക്കാൻ പറ്റിയൊരു റേഞ്ചുണ്ട്, അവിടെയാണ് മേടിക്കുക. ഇനി അത് പോട്ടെ, നമുക്കിനി അടുത്ത കണ്ടീഷൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചാർട്ടാണ് NHPCയുടെ ഇൻട്രാഡേ ചാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കഴിയും. ഈ 74 കൃത്യമായൊരു സപ്പോർട്ട് പോയിന്റ് ഉണ്ട്. ഈ 74 നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. ആ ഏരിയ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. കയ്യിലുള്ളവർ ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഈ ഏരിയയിൽ ഒരു ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻട്രാഡേ നോക്കുമ്പോൾ കയ്യിലുള്ള ഒരു ഹോൾഡിങ് എന്ന് പറയുന്നത് മേടിക്കാനായിട്ട് ആയിട്ടില്ല. ഇപ്പോൾ മേടിച്ച ഹോൾഡിങ് ഈ ഹൈ ലെവൽ 100, 110, 95 മേടിച്ചിട്ട് നഷ്ടത്തിൽ നിൽക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ ആണ് പറയുന്നത്. അല്ലാണ്ട് ഇതൊരു മേടിക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല. നോട്ട് എ ഫോർ റെക്കമെൻഡേഷൻ ബൈ. അപ്പോൾ അവരെന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ 74 എന്ന് പറയുന്നത്, ഇൻട്രാഡേ ചാർട്ടിൽ പറയുന്നത് 74 എന്ന് പറയുന്ന പോയിന്റിൽ നല്ലൊരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിൽ താഴെ ഒരു ക്ലോസിങ് വരികയാണ് ഇൻട്രാഡേയിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ റേഞ്ചിൽ അത് വിറ്റുമാറുക. 74 എന്ന റേഞ്ചിൽ അത് വിറ്റുമാറുക. ഇനി നമ്മൾ വീക്കിലിക്ക് വന്ന്, അതായത് ഒരു മീഡിയം ടൈമിലുള്ള ആളുകളുണ്ട്, പല രീതിയിലുള്ളവരുണ്ടാവും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് ഉണ്ട്, ഒരു 6 മാസ കാലാവധി സൂക്ഷിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറി ഉള്ള ആളുകാരുണ്ടാവും. അപ്പോൾ വീക്കിലി എടുക്കുന്നവർ നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു വീക്കിലി ചാർട്ട് വ്യൂ. വീക്കിലി ചാർട്ടിൽ നല്ലൊരു ഏരിയ ഓഫ് സപ്പോർട്ട് വരുന്നത് ഒരു 68, പിന്നെ ഈ ഏരിയയുടെ 64, 68 ഏരിയ ഓഫ് സപ്പോർട്ട് വരുന്നത് ഈ ഏരിയയുടെ ഏരിയ ഓഫ് സപ്പോർട്ട്. അപ്പോൾ 64 താഴെ ആണെങ്കിൽ
ക്ലോസിങ് സംഭവിക്കുകയാണെങ്കിൽ, വീക്കിലി ക്ലോസിങ് സംഭവിക്കുകയാണെങ്കിൽ അത് കുറച്ച് ഡേഞ്ചറായിട്ട് മാറും. അപ്പോൾ വീണ്ടും സ്റ്റോക്ക് വീണ്ടും കുറച്ചും കൂടി താഴേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് വീക്കിലി നമ്മൾ നോക്കുമ്പോൾ. അതായത് ഒരു മീഡിയം ടൈമിലേക്ക് മേടിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് വിറ്റുമാറുകയാണ് അഭികാമ്യം. പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു ബയ്യിങ് എടുക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കാരണം അവിടെ നിന്ന് ഒരിക്കലും ഒരു യൂട്ടേൺ തിരിയാനായിട്ട് സാധ്യതയില്ല. ബയ്യിങ് എപ്പോഴാണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം, വീഡിയോയുടെ അവസാനം നമുക്ക് പറയാം. അപ്പോൾ ഈ 2 പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. 64 നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 75 ഇൻട്രാഡേ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ. നമ്മൾ മന്ത്ലി ആണെങ്കിലും ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഈ വലിയ ക്യാൻഡിലെ താഴെ തന്നെ നമ്മൾ ഈ വീക്കിൽ പറഞ്ഞ റേഞ്ച് തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. മീൻസ് കയ്യിലുള്ളവർ മേടിക്കാനല്ല, എപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നു. ഏത് ഷെയറും കുറച്ച് ഉയർന്നു കഴിഞ്ഞാൽ നമ്മളുടേതായ ആ റേറ്റിലേക്ക് അത് വരും. അല്ലാണ്ട് ഒരിക്കലും ഒരു ചെറിയൊരു കറക്ഷൻ വരാതെ ഒരു ഷെയറും ഉയരില്ല, നല്ല രീതിയിൽ ഉയരാനായിട്ട് സാധ്യമല്ല അത്. അപ്പോൾ ഇനി ഒരു കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ വന്നിട്ട്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീക്കിലി റേഞ്ചിൽ 64 ആ റേഞ്ചിൽ വന്നിട്ട് ഒരു കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ബൈ എൻട്രി ഇതിലിപ്പോൾ വീണ്ടും പരിഗണിക്കാം. അതായത് ഈ റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ റേഞ്ചിൽ ഇത് സ്റ്റോക്ക് ഇവിടെ വന്നു കഴിഞ്ഞു ഒരു കൺസോളിഡേഷൻ ഇങ്ങനെ വന്ന് വീണ്ടും ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു ക്യാൻഡിലൊക്കെ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ബൈ എൻട്രിയാണ് പരിഗണിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ NHBCയിലുള്ളത്. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു ബൈ എൻട്രി ഇവിടെ വന്നിട്ട് നേരെ ഒരു ബൈ എൻട്രി എടുത്ത് യു ടേൺ തിരിഞ്ഞ് ഇതിന് മുകളിൽ പോകുന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമുക്കൊരു കൺസോളിഡേഷൻ കിട്ടി അതിനുശേഷം ഒരു മുകളിലേക്ക് പോകുന്ന റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ്. നമുക്കതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് ഒരു മാൻ ഇൻഫ്ര എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണത്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് കയറിപ്പോയത്. അതായത് കുറച്ച റേറ്റിൽ ഏകദേശം 25 നിന്ന് 120 അത് പെട്ടെന്ന് കയറിപ്പോയി. കണ്ട NHBC ഒക്കെ കയറിപ്പോയ പോലെ പെട്ടെന്ന് കയറി. അതിനുശേഷം ഇവിടെ ഒരു 125 റേഞ്ച് അത് ബിൽഡപ്പ് ചെയ്തു. ഒരു എക്സാമ്പിൾ കാണിക്കേണ്ടത് മാൻ ഇൻഫ്ര 125 വരെ അത് പോയി. അതിനുശേഷം ഇവിടെ കണ്ട 60 കൃത്യം 50% അത് കറക്റ്റ് ചെയ്തു. 50% അവിടെ ഒരു കൺസോളിഡേഷൻ ഫോം ചെയ്തു. ഇവിടെ ഒരു കൺസോളിഡേഷൻ, ഇവിടെ ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്തു. കുറച്ച് ഒരു റേഞ്ച്, അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു നേരെ വീണ്ടും ആ 125 കഴിഞ്ഞ് പോയി. അപ്പോൾ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളുടേതായ റേറ്റിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അത് പോകട്ടെ. ആ വരുമ്പോൾ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യാനായിട്ട് നമുക്കൊരു സെറ്റപ്പ് ഉണ്ടാവണം. ആ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ എൻട്രി ചെയ്തിട്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസും കൃത്യമായ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു സ്റ്റോക്കിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. അല്ലാണ്ട് കയറി പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ചാടിപ്പിടിക്കരുത്. അതായത് അതിനെ എന്തെന്ന് പറയുക, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നമ്മൾ തലവയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അതിൽ മൂവ് ചെയ്ത് ഫസ്റ്റ് ഇങ്ങനെ പയ്യനെ പോകുമ്പോൾ അതിൽ നമ്മൾ എൻട്രി എടുക്കാം. അപ്പോൾ ഇപ്പോൾ NHBC എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫാളിൻ ഇഫിഡ്, അതായത് വീണുകൊണ്ടിരിക്കുന്ന ഒരു കത്തിയാണത്. അതിൽ ചെന്നിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ മുറിയുകയുള്ളൂ. അപ്പോൾ ഒരു കൺസോളിഡേഷൻ വരുന്നത് വരെ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പുതിയ എൻട്രിയാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് മാൻ ഇൻഫ്ര ഒരു ചാർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നിന്ന് അത് ഇത്രയും കയറിപ്പോയി വീണ്ടും ഇത്ര കറക്റ്റ് ചെയ്തു. 50% അത് കറക്റ്റ് ചെയ്തു. അത് എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. കണ്ട മാൻ ഇൻഫ്രനെ നമ്മൾ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കയറിപ്പോയി. ഇവിടെ നിന്ന് നമ്മൾ കയറിയ ഏരിയ ആണ് ഇത്. ഒരു കയറിയ ഏരിയ ഇത്. ഇവിടെ നിന്ന് കണ്ട ഒരു 30 രൂപ 20 രൂപയിൽ നിന്നാണ് ഈ 120 വരെ പെട്ടെന്ന് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഒരു 4 മാസം കൊണ്ടാണ് അത് കയറിപ്പോയത്. അതിനുശേഷം നമുക്ക് നോക്കാം. ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്തു. അതായത് ഇവിടെ ചില കണ്ടീഷൻ, ഇവിടെ നോക്കിയ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇവിടെ അതുകൂടാതെ ഒരു സപ്പോർട്ട് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ട് ബിൽഡപ്പ് ചെയ്തു. അതിനുശേഷം ക്രമേണ ഒരു കയറിപ്പോയി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അവസരങ്ങൾ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രേഡ് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. അവസരങ്ങൾ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു ബൈ എൻട്രി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് വീണ്ടും ഈ റേഞ്ച് മുകളിലേക്ക് വീണ്ടും കയറിപ്പോയി അത്.
കണ്ടാ ഈ നമ്മൾ വരച്ച റേഞ്ചിൽ നിന്ന് വീണ്ടും അത് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നില്ല. അതുപോലെ നമ്മൾ NHPCയിൽ ഇനിയും അവസരങ്ങൾ വരും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പുതിയ ബൈക്ക് വേണ്ടിയിട്ട് നമ്മൊരു ഒരു റേഞ്ച് ബിൽഡപ്പ് ചെയ്ത വരെ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നതാണ് NHPCയിൽ അപ്പോൾ അഭികാമ്യമുള്ളത്. അപ്പോൾ കയ്യിൽ അഥവാ പെട്ടുകെടുക്കുന്നവർ നമ്മൾ ഇൻട്രാഡേയും വീക്കിലിയും പറഞ്ഞ റേഞ്ചുകൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ക്ലോസിങ് നടക്കുന്നുണ്ടെങ്കിൽ താഴേക്കുണ്ടെങ്കിൽ അത് കയ്യിലുള്ളവർ വിറ്റുമാറുക. എന്നിട്ട് നമ്മളെ ഫിനാൻഷ്യൽ സൂക്ഷിക്കുക. അടുത്ത ബൈ എൻട്രി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കൺസോളിഡേഷനൊക്കെ വന്നിട്ട് ഒരു ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് ചെയ്ത NHPCനെ സംബന്ധിച്ച ഒരു കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് സംസാരിച്ചിട്ട് മാത്രം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയുമാണ് NHPCനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.